ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിപ്പം വീട്ടിൽ ടോയ്ലറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ റൂമിനും ഓരോ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ, അതല്ലാതെ കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ്, സെർവൻറ്റിന് ടോയ്ലറ്റ്, അങ്ങനെ ടോയ്ലറ്റുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഈ വീടിന് കറക്റ്റ് 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട്. അപ്പോൾ ഫെങ്ഷു പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് നമുക്ക് തരുന്നത്. ഇപ്പം കിഴക്കിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ മുതിർന്നവരുടെ ദിക്കാണ്, വീട്ടിലെ മൂത്ത ആൺകുട്ടിയുടെ ദിക്കാണ്, ആരോഗ്യത്തിൻ്റെ ദിക്കാണ്. ഇതൊക്കെ കിഴക്കാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പൊതുവേ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. ഈ മൂത്ത മകന് കഴിവിനനുസരിച്ചൊരു ഉയർച്ച ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കിഴക്ക് ഭാഗത്തെ ടോയ്ലറ്റ് മൂലം ഉണ്ടാകുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അതുപോലെ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദിക്കാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വരികയാണെങ്കിൽ അത് വീട്ടിൽ സാമ്പത്തിക പ്രശ്നം, പൈസ എത്ര വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല, ചിലവായി പോകുന്ന അവസ്ഥ, കടബാധ്യതകളുടെയൊക്കെ തെക്ക് കിഴക്ക് ഭാഗത്തെ ടോയ്ലറ്റ് മൂലം ഉണ്ടാവാമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് ദിക്കിലാണോ ടോയ്ലറ്റ് വരുന്നത് ആ ദിക്കിൻ്റെ സൗഭാഗ്യം എന്താണോ അത് നേരെ റിവേഴ്സായി അത് ദൗർഭാഗ്യമായി മാറും. തെക്ക് കിഴക്ക് ഫെങ്ഷുയിൽ സമ്പത്തിൻ്റെ ദിക്കായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ വേണ്ട രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് അതിനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും. അതേസമയം അത് ടോയ്ലറ്റിലോട്ട് മാറുമ്പോൾ ആ സമ്പത്ത് വീക്കാകും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഇതിൻ്റെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യത്തിൽ പലർക്കും പല സംശയങ്ങളുണ്ട്. ചിലർക്ക് ഇതൊന്നും അറിയാൻ വയ്യാതെ അവർ സെപ്റ്റിക് ടാങ്ക് കന്നിമൂലയിലും ഈശാനകോണിലും ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ പ്രോഗ്രാമൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവർ മനസ്സിലാക്കുമ്പോഴാണ് ഇതണക്ക് ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഇതണക്ക് കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുക, അപ്പോൾ എൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇന്നടത്താണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ഈ പറയുന്നത് ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വിളിച്ച് കാണിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ പ്രോഗ്രാം കാണുമ്പോഴും അവർ അവരുടെ ജീവിതവുമായി ഇത് തട്ടിച്ച് നോക്കി ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ മാത്രമാണ് അവർ കൺസൾട്ടിങ്ങിന് വിളിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സെപ്റ്റിക് ടാങ്ക് എവിടെ വരാം, അത് എവിടെ വന്നുകൂടാ എന്നുള്ളത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഒരു വസ്തുവാണ് ഞാൻ മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വസ്തുവിൽ നമുക്ക് സെപ്റ്റിക് ടാങ്ക് ഏത് ഭാഗത്ത് വരാം എന്നുള്ളതാണ്. സെപ്റ്റിക് ടാങ്ക് ഒരാൾ ഒരു ഫോൺ ചെയ്ത് ചോദിക്കുന്നത് വീട്ടിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഏത് ഭാഗത്ത് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഈ മൂല വിട്ടിട്ട് ഈ വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും ഏരിയയിലായിട്ട് ഈ ഒരു ഭാഗത്താണ് കറക്റ്റ് ആ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പണിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ നല്ലത് ഇവിടെയാണ്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട്. ഇത് ഈ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഉച്ച ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ അത് ചെയ്യാതെ നീച്ചത്തിൽ കൊണ്ടുവന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ ഒരു കണക്കും അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ചിലർ പറയും എൻ്റെ ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ കാര്യം? അത് എൻ്റെ ടോയ്ലറ്റ് നിൽക്കുന്നത് സൗത്തിലാകുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേ സൗത്ത് വെസ്റ്റ് വഴി കണക്ട് ചെയ്ത് ഞാൻ ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അപ്പോൾ കന്നിമൂലയിൽ വഴി ഇത് ടോയ്ലറ്റിൻ്റെ പൈപ്പ് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പം പലരും പറയുന്നുണ്ട് കന്നിമൂല വഴി സെപ്റ്റിക് ടാങ്കിൻ്റെ ടോയ്ലറ്റിൻ്റെ പൈപ്പ് പോകാൻ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും അനുഭവങ്ങളുടെ ഇതിലും കന്നിമൂലയിൽ കൂടി ഒരു പൈപ്പ് പോകുന്നതുകൊണ്ട് അത്ര ഭീമമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതേസമയം ഇവിടെ കുഴിയോ സെപ്റ്റിക് ടാങ്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു പൈപ്പ് ഇതിലേ പോയെന്നും പറഞ്ഞ് അത്രയും ബുദ്ധിമുട്ടുകൾ അതിൽ കാണുന്നില്ല. അതല്ലാതെ വേറൊരു പരിഹാരമായിട്ട് പറയുന്നുണ്ട്, ഇവിടുന്ന് വഴി കന്നിമൂല വഴി പൈപ്പ് പോകാം, ഒരു 3 അടിയെങ്കിലും താഴ്ചയിൽ കൂടി ആ പൈപ്പിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കന്നിമൂല വഴി പൈപ്പ് വന്ന് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ചിലർ പറയുന്നുണ്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഭാഗം പറയാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത്, നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് സെപ്റ്റിക് ടാങ്ക് പണിയാനായിട്ട് സാധിക്കുന്നതാണ്. കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പണിയാനായിട്ട് ഈ കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം സെപ്റ്റിക് ടാങ്കിൻ്റെ 2 സ്ഥാനങ്ങൾ, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയുമാണ്. ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്, അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ്. ചിലർ പറയും എനിക്ക് വേസ്റ്റ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാം. ഒരു കാരണവശാലും വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 2 ഭാഗത്ത് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയും ഇവിടെ ചെയ്യാം. അതുപോലെ തന്നെ തെക്ക് വശത്ത് യാതൊരു തരത്തിലുള്ള കുഴികളും പാടില്ല.
അതുപോലെ ഈശാന കോണ് എപ്പോഴും വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ സെപ്റ്റിക് ടാങ്കുകൾ പണിയുക. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾക്കത് വാസ്തു കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ സെപ്റ്റിക് ടാങ്കുകൾ മറ്റ് പല ദിക്കിലേക്കും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100% മാറും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഫെങ്ഷി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു ഫെങ്ഷിയിൽ ടിപ്സ് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയമുണ്ടാവാനായിട്ട് ഒരു വിക്ടറി ഹോഴ്സ്, അപ്പം ഒന്നുകിൽ 8 കുതിരകൾ ഓടി വരുന്ന ഒരു ചിത്രം നമുക്ക് ഇന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെയോ നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെയോ സൗത്ത് ഭാഗത്ത് ഇത് വയ്ക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുതിര ഒരു ഡോറിലേക്ക് ഓടി പോകുന്ന കണക്ക് ഇത് വരാൻ പാടില്ല. അതുപോലെ ഒറ്റ കുതിര, ഒരു വിക്ടറി ഹോഴ്സ്, ഒരു കുതിര 2 കാലുകൾ ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയുടെ സ്റ്റാച്ചു ആയാലും ചിത്രമായാലും അതും സൗത്തിൽ വെക്കുന്നതും വളരെയധികം പ്രയോജനം ചെയ്യും. ഒത്തിരി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഹോഴ്സിനെ വെക്കാവുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് മെയിൻ എൻട്രൻസിൽ നിന്നും ഉള്ളിലേക്ക് വരുന്നത്, അതായത് ഒരു വിജയിച്ച ഒരു കുതിര നമ്മുടെ വീട്ടിലേക്ക് ഓടിക്കയറുന്നത് പോലെ മെയിൻ എൻട്രൻസിൽ നിന്നും ഉള്ളിലേക്ക് നോക്കിയും ആ ഒരു വിക്ടറി ഹോഴ്സ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയം അനുഭവിച്ചറിയൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.